നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും മേൽ നിയമത്തിൻ്റെയും അല്ലാതെ പൊതുജനങ്ങളുടെ മേലും നിന്നുള്ള കുരുക്കുകൾ മുറുകുകയാണ്. പല വാർത്തകളും തത്വമയി ന്യൂസ് ഇതിനോടകം പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞു. പ്രധാനമായിട്ടുള്ള പ്രശ്നം മമതാ ബാനർജിയുടെ നിയമവിരുദ്ധത്തെ സംബന്ധിച്ചതാണ്. നിയമവിരുദ്ധത്തെക്കാൾ ഉപരി നിയമം ഒരു അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുവാനുള്ള ലൈസൻസ് അവർക്ക് നിയമപരമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അത് ബാർ അസോസിയേഷനിൽ സറണ്ടർ ചെയ്യണം. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഔദ്യോഗിക പദവികളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആ ലൈസൻസ് വീണ്ടും ലഭിക്കുവാൻ അപ്ലൈ ചെയ്ത് ഒരു ദീർഘകാലമായിട്ടുള്ളൊരു പ്രക്രിയയാണത്. അതവർ പാലിച്ചിട്ടുണ്ടോ എന്ന് ബാർ അസോസിയേഷൻ പരിശോധിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലാതെ ഈ ലൈസൻസിൻ്റെ ഒരു സാധുത ഇല്ലാതെയാണ് അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയിലെത്തിയത്, അതിനു മുൻപ് സുപ്രീം കോടതിയിലെത്തിയതെങ്കിൽ അവരുടെ മേലുള്ള നിയമക്കുരുക്കുകൾ വളരെ ഗുരുതരമായി തന്നെ മുറുകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ അവരുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയുടെ മേൽ അമിത്ഷായെ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലുള്ള FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മുൻകാലങ്ങളിൽ, പ്രത്യേകിച്ച് 2021 തിരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി തൃണമൂൽ കോൺഗ്രസ്സുകാരെ പ്രതിപട്ടികയിൽ ചേർത്ത് അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. RG കാർ ഹോസ്പിറ്റലിലെ ക്രൂരമായ ബലാത്സംഗ കേസ്, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മ കാണും. അതിൻ്റെ പശ്ചാത്തലത്തിൽ 3 IPS ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഒരു വശത്ത് നിലനിൽക്കെ, മറുവശത്ത് നടുറോട്ടിലുള്ള നിസ്കാരമെല്ലാം നിരോധിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിന് അനുവദിച്ചിരുന്ന അനധികൃതമായ ആനുകൂല്യങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റി, അനധികൃതമായ നിർമ്മാണങ്ങളെല്ലാം ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ച് കളഞ്ഞ്, ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ആചാരമാണ് നടുറോഡിലെ നിസ്കാരമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയവരെ കൃത്യമായി കൈകാര്യം ചെയ്ത് തിരികെ അയച്ച്, ഇനി വരാത്ത വണ്ണം തിരികെ അയച്ച് പോലീസും ഒരു വശത്ത് കൃത്യമായി ക്രമസമാധാനം പാലിച്ച് നിയമം നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയൊരു കുരുക്ക് സുവേന്ദു അധികാരി ഈ അടുത്തയിടയിൽ മമതാ ബാനർജിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നന്ദിഗ്രാം എന്ന പ്രദേശം ബംഗാളിനെ സംബന്ധിച്ച് ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. ബംഗാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൗഖാലി, നന്ദിഗ്രാം, സന്ദേശ് ഖാലി, മാരിജാപ്പി തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും, കൽക്കട്ട തുടങ്ങി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ, പല കാര്യങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയ, പക്ഷേ ഞാനീ പറഞ്ഞ പേരുകളെല്ലാം രക്തപങ്കിലമായ ചരിത്രം കൊണ്ട് ഭാരതത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രദേശങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പുതുമയോടെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ആളുകളുടെ മനസ്സിലൊരു ക്രൂരകൃത്യം അരങ്ങേറിയ പ്രദേശമെന്നുള്ള രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് നന്ദിഗ്രാം. കൃത്യമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ശവപ്പറമ്പായി, പശ്ചിമ ബംഗാളിലെ ശവപ്പറമ്പായി മാറി അവരുടെ ദീർഘകാലമുള്ള ദുർഭരണത്തിന് അവസാനം കുറിച്ച പ്രദേശമാണ് നന്ദിഗ്രാം. ആ നന്ദിഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 2021 ഇതിനു മുമ്പുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, ഇതിനു മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരി നേരിട്ട് മമതാ ബാനർജിയെ വെല്ലുവിളിച്ച് 1500 വോട്ടുകൾക്ക് അവരെ പരാജയപ്പെടുത്തിയ നിയോജക മണ്ഡലമാണ് നന്ദിഗ്രാം. അതിനുശേഷം അവർ അവരുടെ ഏറ്റവും ശക്തിദുർഗമായ ഭവാനിപൂരിൽ മത്സരിക്കുവാൻ സുവേന്ദു അധികാരിയെ വെല്ലുവിളിക്കുകയും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരി നന്ദിഗ്രാമിലും ഭവാനിപൂരിലും മത്സരിച്ച് ഭവാനിപൂരിൽ മമതാ ബാനർജിയെ 15,000 വോട്ടുകൾക്ക് തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാവരും, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരുന്നത് ഭവാനിപൂർ നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ച് സുവേന്ദു അധികാരി നന്ദിഗ്രാമിലെ നിയമസഭാ സാമാജികത്വം തുടരും എന്നായിരുന്നു. അപ്പോൾ മമതാ ബാനർജിക്ക് വീണ്ടും ഭവാനിപൂരിൽ മത്സരിച്ച് ദുർബലനായ ഒരു എതിരാളിയാണെങ്കിൽ, കാരണം സുവേന്ദു അധികാരി അല്ലാതെ ആരും മമതയ്ക്കെതിരെ അവിടെ ദുർബലർ തന്നെയാണ്, അവരുടെ ശക്തി ദുർഗമാണ്, അവരുടെ വീട് തന്നെ അവിടെ ഭവാനിപൂരിലെ കാളിഘട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി മുന്നോട്ട് നീക്കിയിരിക്കുന്ന ഒരു കരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭവാനിപൂരിലെ നിയമസഭാ സാമാജികത്വം നിലനിർത്തി നന്ദിഗ്രാമിലെ നിയമസഭാ സാമാജികത്വം രാജിവെക്കാൻ പോവുകയാണ് അദ്ദേഹം. മമതാ ബാനർജിക്ക് ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ അറിയാം, നന്ദിഗ്രാമിൽ ഇനി തിരികെ എത്തി മത്സരിച്ചാൽ അവർ അന്ന് തോറ്റത് 1500 വോട്ടുകൾക്കാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ 1,00,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടേക്കാം എന്നവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാണ്. നിയമസഭയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ അവർക്ക് അധികാരമില്ല. കാരണം അവർ MLA പോലുമല്ല. ഇനി ഒരു MLA ആകണമെങ്കിൽ അതിന് മുൻപിൽ അവരുടെ
അതിനുവേണ്ടി അവരുടെ മുമ്പിലുള്ള കടമ്പകൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ സാമാജികനെ രാജിവെപ്പിച്ച് അവിടെ അവർക്ക് മത്സരിക്കണം. അങ്ങനെ മത്സരിച്ചാൽ പോലും ഉള്ള ഒരു പ്രശ്നം സുവേന്ദു അധികാരി ഒരുപക്ഷെ അതിശക്തമായ പ്രചരണം നടത്തി തന്നെ അവരെ തോൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആകെ ഉണ്ടാകുന്ന ഒരു ഫലം മമതാ ബാനർജി വീണ്ടും പരാജയപ്പെടുകയും തൃണമൂൽ കോൺഗ്രസ്സിന് ഇപ്പോഴുള്ള തുച്ഛമായ സീറ്റുകളിൽ ഒന്നുകൂടി കുറയുകയും ചെയ്യും. അതുമാത്രമാണ് അവരുടെ മുമ്പിലുള്ള രാഷ്ട്രീയ പാത ഇപ്പോഴുള്ളത്. ഈ നിയമക്കുരുക്കുകളുടെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള കുരുക്കുകൾ മുറുകി വരുമ്പോൾ, കാരണം ഇത്തരത്തിലുള്ള ഓരോ ദിവസവും FIRകൾ പുതിയതായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ്സിലെ നേതാക്കൾ പലരും ഒളിവിലാണിപ്പോൾ. തന്നെയുമല്ല FIRോ മറ്റ് കേസുകളോ ഒന്നും നിലവിൽ പേരിലില്ലാത്ത തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഗതി എന്ന് പറഞ്ഞാൽ അവർ പൊതുനിരത്തിൽ ഇറങ്ങിയാൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ അവരെ കള്ളന്മാർ എന്ന് വിളിച്ച് ഓടിച്ചു വിടുകയാണ്. അത് മഹുവ മൈത്ര ആയാലും ശരി, സയോനി ഘോഷ് ആയാലും ശരി, ഡെറിക് ഒബ്രയൻ ആയാലും ശരി, സാഗരിക ഘോഷ് ആയാലും ശരി, ഈ പറഞ്ഞ പേരുകളെല്ലാം മമതാ ബാനർജി അധികാരത്തിലിരുന്നപ്പോൾ, സർവപ്രതാപത്തിൽ മമതാ ബാനർജി പശ്ചിമ ബംഗാൾ വാണിരുന്നപ്പോൾ വൃത്തികെട്ട ഭാഷയിൽ നരേന്ദ്രമോദിയെ വരെ അഭിസംബോധന ചെയ്ത് അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവങ്ങളായി വിലസിയിരുന്ന ആളുകളാണ്. അവരെല്ലാം ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒളിവിലാണ്. ഇവരാരും ഇപ്പോൾ പൊതുമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കൃത്യമായി രഹസ്യമായി ഏതെങ്കിലും വണ്ടിയിൽ വന്ന്, അതും BJP നേതാക്കളുടെ സഹായത്തോടു കൂടി അവരോട് അഭ്യർത്ഥിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവരുടെ എന്തെങ്കിലും പാർട്ടി മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ വന്ന് പങ്കെടുത്ത്, അത് ഉന്നതതല പാർട്ടി മീറ്റിംഗ്, ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് ആണെങ്കിൽ അതിൽ പങ്കെടുത്ത് രഹസ്യമായി തന്നെ പശ്ചിമ ബംഗാൾ വിട്ടുപോവുക. അതാണ് അവരുടെ ഒരു പ്രക്രിയ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നിയമസഭാ സാമാജികൻ സുവേന്ദു അധികാരിയോടൊരു അഭ്യർത്ഥന നടത്തി. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക പ്രാദേശിക നേതാക്കളും ഒളിവിലാണ്, ദേശീയ നേതാക്കൾ തന്നെ ഒളിവിലാണ്, അവർക്ക് അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല, അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട്, അക്രമം നടക്കുമെന്നുള്ള പേടിയുണ്ട് എന്നുള്ളൊരു ദയനീയാവസ്ഥ സുവേന്ദു അധികാരിയോട് മുന്നിൽ വെച്ച് ഒരപേക്ഷ നടത്തി അവരെ സംരക്ഷിക്കണമെന്നുള്ള ഒരു അപേക്ഷ നടത്തിയപ്പോൾ സുവേന്ദു അധികാരി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരു ഉറപ്പ് കൊടുത്തു. നിങ്ങളുടെ നേതാക്കളുടെ എല്ലാവരുടെയും പേരുകൾ, ഇത്തരത്തിൽ ഒളിവിൽ പോയവരുടെ പേരുകൾ ആ പ്രദേശത്തെ SP കൈമാറുക, അല്ലെങ്കിൽ DGPക്ക് നേരിട്ട് കൈമാറിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, അത്തരത്തിലുള്ള നേതാക്കളെ അതാത് പ്രദേശങ്ങളുടെ, അവരുടെ പ്രദേശങ്ങളിലെ SP ആ പ്രദേശത്തെ പ്രാദേശിക BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, ഈ പറയുന്ന നേതാക്കളിൽ ആരെങ്കിലും 2021 ഇലക്ഷന് ശേഷമുള്ള, തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങളിൽ പ്രതികളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവർ വീടുകളിലേക്കായിരിക്കില്ല പോകുന്നത്, ജയിലുകളിലേക്കായിരിക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ പലരും ബംഗ്ലാദേശിലേക്ക് നാട് വിട്ടു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു തൃണമൂൽ കോൺഗ്രസ്സിലെ നേതാക്കളിൽ ഒട്ടുമിക്ക ആളുകളും അഭിഷേക് ബാനർജിയുടെ തണലിൽ ഈ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നു. പ്രത്യേകിച്ച് ഒരു സമാധാന വിഭാഗത്തിൽപ്പെട്ട ഈ ബംഗ്ലാദേശികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞമ്മൻ്റെ ആളുകൾ, പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മ്ലേച്ഛന്മാർ, ഇത്തരത്തിലുള്ളവർ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ ജയിലറകളിലേക്ക് പോകുമെന്നുള്ള കാര്യവും ഏതാണ്ട് തീർച്ചയാണ്. അത്തരത്തിലുള്ളൊരവസ്ഥയാണ് തൃണമൂലിനെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും മമതാ ബാനർജി അവരുടെ സഖ്യകക്ഷികളെ ഏതാണ്ട് എല്ലാവരും തന്നെ അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അഖിലേഷ് യാദവ് മാത്രം താത്വിക പിന്തുണയുമായി ഒപ്പമുണ്ട് എന്നുള്ളൊരു ഭാവം നടിക്കുന്നുണ്ട്. പക്ഷേ അഖിലേഷ് യാദവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ UPയിൽ തന്നെ ഇപ്പോൾ ചുവടുറപ്പിച്ച് നിൽക്കുവാൻ സാധിക്കുന്നില്ല. അതാണ് അവസ്ഥ. എന്തായാലും അർഹിക്കുന്നൊരു പതനത്തിലേക്ക് മമതാ ബാനർജി അനുദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് രാഷ്ട്രീയമായ അവരുടെ ജീവിതത്തിനുള്ള ഉദകക്രിയയാണ്. ഒരു പക്ഷേ അത് നന്ദിഗ്രാമിൽ തന്നെ സംഭവിക്കും. അത് ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.